ചൂടാവേണ്ടത് ഒരാൾ ഇഷ്ടമെന്ന് പറഞ്ഞാൽ അത്രയും ചൂടാവേണ്ട കാര്യമാണോ? വയസ്സായി ഞാൻ 9 വർഷം എന്തിനാണോ വെയിറ്റ് ചെയ്തത്, അത് ആ ഒരു സമയം എനിക്ക് വന്നിട്ടുണ്ട്. ഹായ് ഹലോ നമസ്കാരമുണ്ടേ. ഇന്ന് നമ്മുടെ ഇൻറ്റിമേറ്റ് സുഹൃത്തായ ഐശ്വര്യയുടെ ഫ്രണ്ട് സൂര്യയാണ് പ്രാങ്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അവർ നമ്മൾ ക്രിസ്ത്യൻ കോളേജിലെ സ്റ്റുഡൻസ് ആണ്, കാട്ടാക്കട. അപ്പോൾ എങ്ങനെയാണ് പ്രാങ്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് പറയാമോ? ചേട്ടൻ, ഞങ്ങൾ ആ ബെഞ്ചിലിരിക്കും, ആ പാർക്കിലുള്ള ആ ബെഞ്ചിൽ. അപ്പോൾ ചേട്ടൻ വന്ന്, ഞങ്ങൾ വരുന്നത് ഒരു വീഡിയോ റീൽസ് എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ ചേട്ടൻ വന്ന് ജസ്റ്റ് ഒന്ന് പ്രപ്പോസ് ചെയ്താൽ മതി. ബാക്കി ഞങ്ങൾക്ക് 3 ആൾക്കും അറിയാം. അപ്പോൾ ഞങ്ങൾ സെറ്റാക്കി. ഹലോ, ഇവിടെ പഠിക്കണേ? ഓക്കെ, ഇവിടെ പഠിക്കുന്നത് ഇവിടെയാണോ? ശരി ശരി ശരി. ഇങ്ങോട്ട് പേരെന്തോടാ? ഹായ്, പേര് ചാർലി. ചാർലി. എവിടെയാ? ഓക്കെ, ഇപ്പൊ ഇവിടെ നിന്നല്ലേ? ശ്രദ്ധിച്ചായിരുന്നു. സംഭവം എന്ന് വെച്ചാൽ വേറെ ഒന്നല്ല, മീൻസ് എല്ലാവരും രസമുണ്ട്, പക്ഷേ തന്നെ ഒരു പ്രത്യേക ഒരു എങ്ങനെ പറയുന്നുണ്ട്, ഒരു അല്ല എന്താ റിലേഷൻ എന്തെങ്കിലും ഉണ്ടോ ഇപ്പൊ നിലവിലെ? എന്താണ് ആയോ? ഓക്കെ, ഫിക്സ് ചെയ്തതോ? ആരാ, എവിടെന്നാ? ഓക്കെ, കുറെ നാളായോ? 9 വർഷം റിലേഷനാണോ? ഓക്കെ, തന്നെ കണ്ടപ്പോൾ ഒരു അട്രാക്ഷൻ തോന്നി. മീൻസ് എന്താ ഒരു പ്രത്യേക ഓരോരുത്തർക്ക് ഓരോ രീതിയിലല്ലേ സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റുന്നത്. അപ്പോൾ തന്നെ ആണോ? ഓക്കെ, മീൻസ് എങ്ങനെ, അതാണ് ഞാൻ നല്ല ടെൻഷനുണ്ട് സംസാരിക്കുന്നതിൽ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ സംസാരിക്കാൻ നേരിട്ടത്. എനിക്ക് ആരെയും അറിയത്തില്ല. അപ്പോൾ നിലവിൽ എന്ത് സ്റ്റാൻഡാണ് ഞാൻ എടുക്കേണ്ടതെന്ന് എനിക്കറിയില്ല. അല്ല അതാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ, ഇനി തന്നെ ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ അട്രാക്ഷൻ തോന്നി, അത് തന്നോടൊന്ന് പറഞ്ഞേ ഉള്ളൂ. ഇനി ചിലപ്പോൾ ഇനി കണ്ടില്ലല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ വന്ന കാര്യം പറഞ്ഞത്, മനസ്സിലായില്ലേ? ഇപ്പോൾ നമ്മളിതിന് ആഗസ്റ്റ് കണ്ടുപിടിച്ചതേ, നമ്മൾ പ്ലാൻ ചെയ്തെന്നല്ല. ആഗസ്റ്റ് കണ്ടുമുട്ടി, അത് കണ്ടപ്പോൾ തന്നെ സംസാരിക്കാൻ മതിയായിരുന്നു. നല്ല ഞാൻ സംസാരിച്ചെന്ന് മനസ്സിലായി, നല്ല ടെൻഷനായിട്ടാ സംസാരിച്ചു. ഇപ്പോഴാണ് ഒരു തോന്നിൽ ഓക്കെ ആയത്. ഞാൻ പറഞ്ഞില്ലേ, വേറെ ആരെങ്കിലും ഇതുപോലെ സ്പാർക്ക് കിട്ടും. ഓക്കെ, കിട്ടുമായിരിക്കും അവിടെ. പക്ഷേ പെട്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, എങ്ങനെ മാരേജിൻ്റെ കൺസെപ്റ്റ് പോലും വേണ്ട എന്ന് തീരുമാനത്തിലായിരുന്നേ. അല്ല, എനിക്ക് പേഴ്സണലി ഞാൻ പറഞ്ഞില്ല, ഒരു അട്രാക്ഷൻ തോന്നി, അത് ഞാൻ ഓൾറെഡി സംസാരിച്ചു. ആയിക്കോട്ടെ, ഞാൻ നിങ്ങൾ ഇത്ര വേവടിക്കേണ്ട ആവശ്യം അവക്കില്ലാത്ത വിഷമമുള്ള നിങ്ങൾക്ക്. അല്ല സൂര്യ ഞാൻ വന്ന് സംസാരിച്ച് ബുദ്ധിമുട്ടുണ്ടല്ലോ, ഡിസ്റ്റർബ് ഒന്നും ആയിട്ടില്ലല്ലോ? ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് നമുക്ക് പോവാം. ഞാൻ പറയുന്നൊന്നും വ്യക്തമായിട്ട് കേൾക്ക്. ഇപ്പോഴെന്ന് വെച്ചെങ്ങനെ നിന്റെ ഫ്രണ്ട്സൊക്കെ ഡിസ്റ്റർബാം. ഒരു മണ്ടൻ തീരുമാനമാണ്. കാരണം വെച്ചാൽ 20 വയസ്സ് തന്നെ ആയിട്ടുള്ളൂ. ഇപ്പോഴേ കല്യാണം കഴിക്കേണ്ട ആവശ്യകത ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, നിനക്ക് സിൻസിയർ ലവ് ആണ്, അതൊക്കെ ഞാൻ അംഗീകരിച്ചു. പക്ഷെ കുറച്ചും കൂടി വെയിറ്റ് ചെയ്തുകൂടി എന്നാണ് ചോദിക്കുന്നത്. ഞാൻ 9 വർഷം എന്തിനാണോ വെയിറ്റ് ചെയ്തത്, അത് ആ ഒരു സമയം എനിക്ക് വന്നിട്ടുണ്ട്, മനസ്സിലായ? എന്ന് വെച്ചാൽ എൻ്റെ തീരുമാനമാണ് കല്യാണം കഴിക്കണമെന്ന്. എൻ്റെ തീരുമാനമാണ്. ഐ ആം ഓക്കെ വിത്ത് ദാറ്റ്, മനസ്സിലായ? ഞാൻ അതിൽ ഓക്കെ ആണ്. അതുകൊണ്ട് എനിക്ക് അല്ല അങ്ങനെയല്ല, ഞാൻ ഒരു മിനിറ്റ്. അതല്ല, ഇപ്പോൾ നിലവിൽ ഡിസിഷൻ ചേഞ്ച് ഒന്നും ഇല്ല. എൻ്റെ ഡിസിഷൻ ഇതാണ്. എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചേഞ്ചും ഇല്ല. ഇതാണ് എൻ്റെ ഡിസിഷൻ. ഇറ്റ്സ് മൈ ലാസ്റ്റ് ഡിസിഷൻ. ഇത്രയും പേരെടുത്ത് ഇത്രയും പേരില്ലേ, അതിൽ എന്നെ സ്പാർക്ക് ചെയ്തത് എനിക്ക് സന്തോഷമുണ്ട്, മനസ്സിലായി? എന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് ആദ്യമായിട്ടാണ് ഒരാൾ ഇങ്ങനെ ഒന്ന് പറയുന്നത്. ഇതിനു മുമ്പ് ഇതേവരെ ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ എനിക്ക് അതിന് ഇൻട്രസ്റ്റ് ഇല്ല, മനസ്സിലായോ? ഞാൻ ഇൻട്രസ്റ്റ് ഇല്ല. ചേട്ടാ, എത്ര നേരം കൊണ്ട് അവള് പറയുന്ന ഇൻട്രസ്റ്റ് ഇല്ല. പിന്നെ ഒന്നാമത് ഞാൻ കിളിവ് നിൽക്കണം, എൻ്റെ അടുത്ത് നീ സംസാരം നിൽക്കല്ലേ പ്ലീസ്. ഓക്കെ, കേട്ടോ? അത് തന്നെ ഞാൻ പറഞ്ഞോട്ടെ. ഒന്നാമതേ കിളിവേ നിൽക്കണം, അതിൻ്റെ ഇടയ്ക്ക് നിൽക്കണം. അതായത് ഞാൻ വന്ന് സംസാരിച്ച് നാണം കെട്ടി നിൽക്കുകയാണ്, മനസ്സിലായി? അതിൻ്റെ ഇടയിൽ നീ ചൊറി അടിക്കാൻ നിൽക്കരുത്. അല്ല, അതിന് ഇങ്ങനെ കിടന്ന് വയലന്റ് ആവേണ്ട ആവശ്യം എന്തോ? അല്ല, വയലന്റ് ആവേണ്ട ആവശ്യമില്ല, മനസ്സിലായില്ലേ? ഓക്കെ എന്നല്ല, പിന്നെ വൈത്ര വയലന്റ് ആയതിന് സോറി പറയാൻ പറയും. ഞാൻ സംസാരിച്ചത് അവളോട്ടാണ്. മാനായിട്ട് സംസാരിക്കേണ്ടത്. സോറി പറയേണ്ട ആവശ്യമുണ്ട്. പിന്നെ അല്ലാണ്ട് ഞാൻ സംസാരിച്ചത് സൂര്യയോടെയാണ്, മനസ്സിലായില്ലേ? ഉണ്ട്, പറയേണ്ട ആവശ്യമുണ്ട്. കാരണം ഞാൻ സംസാരിച്ചത് സൂര്യയോടാണ്. ഞാൻ സംസാരിച്ചത് ആരോടെയാണ്? നിന്നോടാണ് സംസാരിച്ചേ? ഞാൻ സംസാരിച്ചത് നിന്നോടാണോ? അല്ലല്ലോ. ഞാൻ ഈ കുട്ടിയോട് സംസാരിച്ചതോ? അല്ല, ഞാൻ സംസാരിച്ചത് സൂര്യയോട് സംസാരിച്ചേ.
ശരി അവളെ റേസ് ആണ് ഞാൻ ഒരു സോറി. അല്ല നീ അയ്യോ സൂര്യ പറയണ്ട. സൂര്യയുടെ സോറി എനിക്ക് സൂര്യ പറഞ്ഞ കാര്യം മനസ്സിലായി. ഞാൻ 100% എനിക്ക് മനസ്സിലായി. കാര്യം എന്ന് വെച്ചാൽ 9 വർഷത്തെ പ്രണയം ഞാൻ ഐ എഗ്രീഡ് ആണ്. പക്ഷേ അതിന്റെ ഇതിൽ ഈ രണ്ട് പെൺകുട്ടി സംസാരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്താണ് പറയുന്നത്? നമ്മളെല്ലാരും ഒറ്റ ക്ലാസ്സിൽ ഒരു ഈ കുട്ടി രണ്ട് സെയിം ക്ലാസ് ആണല്ലോ. അവർക്ക് ഈ പ്രചോദനം ഉണ്ടായില്ലല്ലോ. ഒരാൾ സംസാരിച്ചാൽ മതി മോളെ. വേണ്ട, അവക്ക് നാക്ക് മൂക്കുണ്ട്, അവക്ക് പറയാനുള്ള വോയിസ് ഉണ്ട്. അവൾ എന്നോട് മാനായിട്ട് പറഞ്ഞു താല്പര്യമില്ല എന്ന്. അപ്പൊ പിന്നെ ഞാൻ മാന്യത ഇല്ലാതെ ചേട്ടൻ സംസാരിച്ചതാണ്. ചേട്ടൻ ഞാൻ എന്താണ് പറഞ്ഞത്? അവക്ക് താല്പര്യമില്ല എന്നാ പിന്നെ ഇതിവിടെ നീ ഒരു ബോയ് ചോദിക്കണം. ഒരു പയ്യൻ ഒരു പെൺകുട്ടിയെ ഫസ്റ്റ് കണ്ടു, പരിചയപ്പെട്ട്, സംസാരിച്ചു, അംഗീകരിച്ചു. ഞാൻ അവളെ വാക്ക് ഞാൻ അംഗീകരിക്കുന്നു, ഞാൻ അവളെ ഒന്നും പറയുന്നില്ല. പക്ഷെ ഈ കുട്ടി സംസാരിക്കേണ്ട ആവശ്യം എന്താണെന്ന് ചോദിച്ചേ? ഇപ്പൊ ചേട്ടന്റെ ഫ്രണ്ടിന് ഇതുപോലെ ഒരാള് താല്പര്യമില്ലാത്ത കാര്യത്തിന് ഫോഴ്സ് ചെയ്യാണ്. ഫോഴ്സ് ചെയ്തില്ല, ഞാൻ മാനായിട്ട് സംസാരിച്ചു. എന്റെ സൂര്യ എനിക്ക് ഒരു ദേഷ്യമില്ല, എന്നോട് സ്നേഹം മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ രണ്ട് കുട്ടികളുടെ അഹങ്കാരമില്ലേ, അവർ പറഞ്ഞിട്ട് പോകും. നീ ഇപ്പൊ പ്രശ്നമില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഒരാൾ വന്നിട്ട് നിങ്ങൾക്ക് ഒരു ഫ്രണ്ട് ഉണ്ടെന്ന് വെച്ചോ, ആ ഫ്രണ്ടിന്റെ അടുത്ത് നമ്മളിങ്ങനെ സംസാരിക്കുന്നത് നിങ്ങൾ എന്തായാലും ചൂടാവില്ല. എന്റെ ഫ്രണ്ട്സ് അതുപോലെയാണ്, മനസ്സിലായാ? അത് ചൂടാവേണ്ടത് ഒരാൾ ഇഷ്ടമെന്ന് പറഞ്ഞാൽ അത്രയും ചൂടാവേണ്ട കാര്യമാണോ? ചൂടാവേണ്ട കാര്യമില്ല. പിന്നെ ഞാൻ ഒരിക്കൽ പറഞ്ഞല്ലോ. എന്താണ് നീ എന്താ പറഞ്ഞ? നിനക്ക് ഒരു റിലേഷൻ ഉണ്ട് 9 വർഷത്തെ. ഞാൻ അംഗീകരിച്ചു, ഞാനത് എഗ്രീഡാണ്. ഞാൻ പറഞ്ഞ പൂർണ്ണമായി യോജിക്കുന്നുണ്ട്, നീ അംഗീകരിക്കുന്നുണ്ട്, ഞാൻ ബാധ്യസ്ഥനാണ്. പക്ഷേ ഇവരെ വാക്ക് കേൾക്കേണ്ട ആവശ്യകത എനിക്കില്ലെന്ന് ഞാൻ പറഞ്ഞോളൂ. നീ എന്ത് പറഞ്ഞാലും കേൾക്കാൻ ബാധ്യസ്ഥനാണ് ഞാൻ. പക്ഷേ ഇവർ 3 പേരുടെയും വാക്ക് കേൾക്കേണ്ട ആവശ്യകത എനിക്കില്ല എന്ന് മാത്രമേ പറഞ്ഞോളൂ. മനസ്സിലായില്ലേ? എന്തിനാണോ പറഞ്ഞത് അതിൻ്റെ അടുത്ത് മാപ്പ് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു പ്രശ്നമില്ല. വേണം ഞാൻ നിന്നോട് മാപ്പ് പറയാം. ഞാൻ സോറി പറയുന്നുണ്ട്, ഞാൻ പ്രപ്പോസ് എനിക്ക് ഒരു തെറ്റുമില്ല. പക്ഷേ എന്തിനാ എന്നോട് റൈസായി? ന്യായമല്ലേ ഞാൻ പറയുന്നത്? എന്നോട് റൈസിൻ്റെ ആവശ്യമുണ്ട്, നിനക്ക് എന്നോട് റൈറ്റ്സ് ഉണ്ട്. പക്ഷേ ഇവർക്ക് എന്നോട് റൈസ് ചെയ്യാൻ റൈറ്റ്സ് ഇല്ല എന്ന് ഞാൻ പറഞ്ഞോളൂ. തെറ്റ് ചെയ്തു. ഒരു മിനിറ്റ് പറയണം. തെറ്റ് ചെയ്തു. ഞാൻ സംസാരിക്കുമല്ലേ പറ, എനിക്ക് വേണ്ടി പ്ലീസ്. ഇത് കഴിഞ്ഞ് പോണം പ്ലീസ്. ഒരു സോറി പറഞ്ഞാൽ വലിയ റോങ് ആവല്ലേ? ഇവരെ പോലെ നോക്കിയാണ്ട് സംസാരിക്കട്ടല്ല. ഞാൻ നിന്നോട് സംസാരിച്ചിട്ടില്ല. ഓക്കെ ഐശ്വര്യ, ഇവരെ ഉദ്ദേശിച്ച് നീ എന്നെയാണല്ലോ. അതിന്റെ ആവശ്യം എന്തായിരുന്നു? ചേട്ടനെന്നോ ഒന്നും ഞാൻ ഇതുവരെ പറഞ്ഞില്ല. ഇവര് കോമൺ സെൻസ് മതി, വേറെ തിങ്കൊന്നും വേണ്ട. ചേട്ടൻ ഞങ്ങള് പറഞ്ഞാലുണ്ടല്ലോ, കോളേജിലുള്ള ആരെങ്കിലും ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ചേട്ടൻ ഇങ്ങനെ പോകൂല. ഞാൻ പിടക്കി വിടക്കരുത്, ഒന്ന് പോയേരി. സൂര്യ പൊക്കോ, ഒരു പ്രശ്നം. അല്ല സൂര്യ പൊക്കോ, നിങ്ങൾ പോകത്തില്ല. ഞാൻ പറഞ്ഞോട്ടെ ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്നുള്ളൂ. നീ എന്നെ എന്തുകൊണ്ടെങ്കിൽ പറഞ്ഞു, എനിക്ക് കേൾക്കാൻ ബാധ്യസ്ഥനാണ്. കാരണം ഞാൻ നിന്നോട് സംസാരിച്ചേ. ഈ കുട്ടി ആരാണ്? നിന്റെ ഫ്രണ്ടാണ്, എൻ്റെ ആരുമല്ല. ഓക്കെ, അപ്പോൾ എന്നോട് സംസാരിക്കുമ്പോൾ മാനായിട്ട് സംസാരിക്കുക. ചേട്ടാ സംസാരിച്ച് ശരിയായില്ല എന്ന് പറയാം, അത് അംഗീകരിക്കുന്നു. അവൾ അങ്ങനെയാണ് സംസാരിച്ചത്. അവൾ ആദ്യമേ റൈസായി പിന്നെ ഇത്ര റൈസ് അല്ലേ ഇത്? അതിന്റെ ആവശ്യമില്ല. ഞാൻ നിന്നോട് സ്നേഹം കാണിക്കേണ്ട ആവശ്യം എനിക്കില്ല മോളെ. ഞാൻ നിന്നോട് സംസാരിക്കേണ്ട ആവശ്യമില്ല എനിക്ക്. നീയാണോ എന്നോട് സംസാരിച്ചത്? ഞാൻ സംസാരിച്ച് സൂര്യയോട് മാത്രമേ സംസാരിച്ചു. വെറുതെ അല്ല പറയണോ? തെറ്റാണ്, തെറ്റൊന്നും ഞാൻ പറയുന്നില്ല. എന്റെ അഭിപ്രായം പറഞ്ഞോളൂ. അവള് കരയോടാ? അവള് കരയോ? റൈസ് ചെയ്തേ അവള് കരയോ? അങ്ങനെയല്ലേ? നീ നിന്റെ ഫേസ് തന്നെ നല്ല വിഷമമാണ്. കാരണം നിന്റെ കണ്ണൊക്കെ നിറഞ്ഞു വരുന്നുണ്ട്. ഞാൻ പറഞ്ഞോട്ടെ. പക്ഷെ ഞാൻ ആരതി കുഴപ്പമില്ല. ആരതിയില്ല കൊച്ചിൻ്റെ പേര്. ആരതി കുഴപ്പമില്ല. പക്ഷേ ഈ കുട്ടി അവള് സോറി പറയാം, അല്ലാണ്ട് അവള് പോവാരി. പക്ഷേ ഈ രണ്ടുപേരും പോകത്തില്ല, അത് കൺഫേം ആണ്. അതിൽ വേറെ സംശയമില്ല. എടി അവള് വിളിച്ചോണ്ട് പോയി അവളെ ഒരു നീ ഒന്നും പറയണ്ട, അവള് പറയും. നീ ഒന്നും പറയില്ല, അവള് പറയും. നീ വന്നാണ് എല്ലാം കൂടെ ഒരു 4 പെണ്ണുങ്ങൾ ഷൈൻ ചെയ്യാൻ വേണ്ടി എല്ലാം പഠിച്ചു വെച്ചിട്ട് ഒന്നും പറയണ്ട. നീ അവിടെ പോയിരുന്നു? അവൾ വിളിച്ചില്ലല്ലോ, പൊക്കോ പോയിരുന്നു. അവിടെ ആരെ വിളിച്ച പോലെയാണ് പറയുന്നത്. ലാസ്റ്റ് ആയിട്ട് ഞാൻ നിന്നോട് ചോദിക്കുകയാണ്, സോറി ഞാൻ പറയണോ വേണ്ടയോ? നീ പറഞ്ഞാൽ ഞാൻ പറയാം. പക്ഷെ നീ ഒരു കാര്യം ആലോചിക്കണം, നിനക്കൊരു പ്രശ്നം വന്നപ്പോ ഫസ്റ്റ് ഇടപെട്ടത് ഞാനാണ്. പറ ചെയ്തിട്ട് പോ.
ഇല്ല, നീ വേറെ yes or no. ഞാൻ സോറി പറയണോ വേണ്ട? യെസ് ഞാൻ പറയുന്നത് ചേട്ടൻ്റെ അടുത്ത് ഞാൻ യെസ് എന്ന് പറയ്. എനിക്കൊരു എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ല സൂര്യ. ഞാൻ Yes or no? ഞാൻ സോറി പറയണോ വേണ്ട? നിനക്ക് ഞാൻ ചെയ്തത് തെറ്റാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ പറയാം. ഓക്കെ, അവള് പറഞ്ഞു സോറി. ഞാൻ പറയത്തില്ല. ചേട്ടൻ ഇവിടെ പുറകിൽ ഒരു ഡിസ്റ്റൻസ് ഇട്ടിട്ട് ചേട്ടാ. അവള് പറയേണ്ട ആവശ്യമില്ലാന്ന് എനിക്കറിയാം. പിന്നെ എന്തിനാ പറയണത്? ഇപ്പൊ നമുക്ക് ആവശ്യം എന്തിനാണ് സൊല്യൂഷനാണ്, മനസ്സിലായ? സൊല്യൂഷൻ ഞാൻ സോറി പറയാം. സൊല്യൂഷന് സോറി. നിങ്ങൾ വീട്ടിൽ പോണ്ടേ? അവക്ക് കാര്യം മനസ്സിലായി. നമ്മൾ വീട്ടിൽ പൊക്കോളാം, ചേട്ടൻ പറഞ്ഞു. മനസ്സിലായില്ലേ? ഞങ്ങളെ കോളേജിൽ നിന്ന് പിള്ളേരെ ഇറക്കി കഴിഞ്ഞാല് ചേട്ടൻ ഇപ്പൊ ഇങ്ങനെയൊന്നും പോകൂല, മനസ്സിലായില്ലേ? യൂണിവേഴ്സിറ്റി പഠിച്ചത് ഇരിക്കട്ടെ, നമ്മളെ പാലം ക്രിസ്ത്യൻ കോളേജിൽ യൂണിവേഴ്സിറ്റി പഠിച്ചിറങ്ങിട്ട് ചെയ്യണത് 10 പെണ്ണുങ്ങൾ കൂടി നിന്ന അല്ല ഇന്ന് സൂര്യ നാളെ സൗമ്യ ഇതൊക്കെയാണ് കാര്യങ്ങൾ. ആദ്യം പറഞ്ഞില്ലേ നേരത്തെ? കണ്ട സൂര്യ കേൾക്കുന്നുണ്ടല്ലോ. പറഞ്ഞതൊന്നും മനസ്സിലാക്കാം. അവളെ റേസ് ചെയ്ത് ശരി, എന്റെ ഫ്രണ്ട് ആയതുകൊണ്ട് അവളെ റേസ് ചെയ്ത് റിയാക്ട് ചെയ്തു. അതിൽ എനിക്ക് യാതൊരു തരം തെറ്റായിട്ട് തോന്നുന്നില്ല. അതുകൊണ്ട് സോറി പറയാം. ഞാൻ പറഞ്ഞത് എനിക്ക് തെറ്റായിട്ട് തോന്നുന്നത് തെറ്റുണ്ടോ? നിങ്ങൾക്ക് തെറ്റായിട്ട് തോന്നുന്നത് ഞാൻ പറഞ്ഞില്ല, തെറ്റായിട്ട് ഞാൻ പറയുന്നില്ല അത്. പക്ഷെ ഞാൻ പറഞ്ഞ അത് എന്റെ ഫ്രണ്ടാണ്. അത് നിങ്ങളടുത്തുനിന്നാണ് ഒരു ഫ്രണ്ട് സംസാരിക്കണമെങ്കിൽ അങ്ങനെ റിയാക്ട് ചെയ്യൂ. അതേ അവളും ചെയ്തോളൂ. ഓക്കെ, എനിക്ക് മനസ്സിലായി. പക്ഷേ അവള് ചെയ്ത് തെറ്റാണോ ശരിയാണോ ചോദിക്കുന്നത്. എന്റെ ഭാഗം ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ഭാഗത്തും ചിന്തിക്കുമ്പോഴത്തേക്ക് ചിലപ്പോ നിങ്ങളുടെ ഭാഗത്തും ചിന്തിക്കുമ്പോൾ തെറ്റാണ്. അതാണ് ആയിരിക്കുമല്ലോ. ആണ്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, അവളുടെ വയസ്സ് നിങ്ങളെക്കാളും കുറവാണ്. അപ്പൊ എന്നിട്ടാണ് വയസ്സ്? അത് പറ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? ചേട്ടനോട് ചേട്ടാ സോറി എന്ന് പറയണം. അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. അല്ലാണ്ട് എന്നോട് കാല് പിടിക്കാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ അവള് വില്ലിങ് ആണല്ലോ. ഓക്കെ എന്ന് പറയാം. വില്ലിങ് അല്ലേ? സോറി. സൂര്യ സൂര്യ പറയോ? സോറി കണ്ടല്ല. ഒരു മിനിറ്റ് വാ. അവ സോറി പറഞ്ഞെന്ന് വെച്ചാൽ ഇവിടെ ഇനി പറയട്ടെ. പറയുന്നത് നോക്കിയേ, അവിടെ നോക്കിയൊരു സോറി പറഞ്ഞേക്കേ. അവിടെ ഒരു ക്യാമറ ഉണ്ട് കണ്ടോ? അപ്പോൾ സൂര്യ, എങ്ങനെ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ്? ഈ പ്രാങ്ക് ചെയ്തത് അഭിജിത്ത്, ഐശ്വര്യ ആൻഡ് ആദിൻ അല്ലേ? ഓക്കെ, ഇവർ 3 പേരാണ്. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? എങ്ങനെ ഉണ്ടായിരുന്നു? അതിന് ഇവർക്കുള്ളത് കൊടുത്തോളാം. എങ്ങനെ റിയാക്ഷൻ എങ്ങനെയായിരുന്നു? പെട്ടെന്ന് ഷോക്കായി പോയില്ലേ? സത്യത്തിൽ കല്യാണം ആയോ? എന്നാണ്? സെപ്റ്റംബർ 9 വർഷത്തെ പ്രണയം. ഓക്കെ, നല്ല കാര്യം. പിന്നെ വേറെ അയ്യോ ആരതി അല്ലേ? ആരതി നന്നായിട്ട് റൈസ് ചെയ്ത് വന്നതായിരുന്നു. അപ്പോഴാണ് പറഞ്ഞതല്ലേ? ആരാ പറഞ്ഞ? നീയാണോ പറഞ്ഞത്? ആരാ പറഞ്ഞത്? ആരോടാ? അയ്യോ പാണ്ട് ഏഞ്ചൽ. ഫസ്റ്റ് നമ്മൾ പ്രാങ്ക് ഉദ്ദേശിച്ചത് ഏഞ്ചലിനെയാണ് അല്ലേ? ഏഞ്ചലിന് സൗണ്ട് ഒരു പ്രശ്നം വന്നുകൊണ്ടാണ് നമ്മൾ നേരെ നമ്മളെ സൂര്യയിലോട്ട് പോയത്. സൂര്യ ഓക്കെ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ, വിഷമമൊന്നുമില്ലല്ലോ, സന്തോഷമില്ലല്ലോ? എന്നാലും സോറി പറഞ്ഞപ്പോൾ ഒന്ന് തോന്നി? സോറി സത്യത്തിൽ സോറി വേണ്ട. സോറി വേണ്ട കാര്യമുണ്ടോ സത്യത്തില്? സത്യത്തിൽ സോറി പറയേണ്ട കാര്യമില്ല. അത്രേ ഉള്ളൂ. പക്ഷെ നീ ചെറുതായിട്ടൊന്ന് മാറി, മനസ്സ് മാറിയായിരുന്നു. അതെന്താണ് ഞാൻ പറഞ്ഞില്ലേ, പ്രായത്തിന്റെ അനുസരിച്ചിട്ട് നമ്മൾ അങ്ങനെ ചെയ്യും. പ്രായം നോക്കേണ്ട ആവശ്യമില്ല. കാരണം വെച്ചാൽ ഒരാൾ മോശമായിട്ട് അങ്ങനെ പറഞ്ഞാൽ ഓക്കെ. പേടിച്ചല്ലേ? അപ്പോ ഇവർ രണ്ടും പോകുന്നു പറഞ്ഞു. ഇവരെല്ലാവരും ഇവിടെ തന്നെ ഞാൻ പോകുമായിരുന്നു. കാരണം എനിക്ക് പോകണം. നല്ല ഫ്രണ്ടാണ്. നല്ല ഫ്രണ്ടാ. ഇത് കഴിഞ്ഞ് ജോലി കൊണ്ട് എനിക്ക് പോകണം. അപ്പോൾ ഓക്കെ, ഇനി ആരെങ്കിലും പ്രാങ്ക് ചെയ്യുകയാണെങ്കിൽ പ്ലീസ് കോൺടാക്ട്. ഓക്കെ, ഒരു ടാറ്റോ എടുത്തേക്ക്. ബൈ. എനിക്കല്ല അവിടെ എനിക്ക് തരുന്നു. ഓക്കെ.